ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്. ആരുടേതാണെന്നുള്ളത് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. എങ്കിലും എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത്, എന്തൊക്കെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് മേക്കപ്പ് ചെയ്തേക്കുന്നത് എന്നൊക്കെ മനസ്സിലാവും. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി ആളുകൾ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസിലായിട്ടും ലൈവിലായിട്ടും ഒക്കെ ആളെ പോലെ ഉണ്ട് കാണാനൊക്കെ. അപ്പോൾ ആ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒട്ടും സമയം കളയാനില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ബേബി ക്രീമാണ്. ഇതിന് ഏജ് പ്രശ്നമൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് ഞാൻ ഒരുപാട് നാളായി യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ്. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാനിതാ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞു. നമ്മൾ എപ്പം മോയ്സ്ചറൈസർ ഇടുവാണെങ്കിലും നെക്കിൻ്റെ ഭാഗത്തുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇവിടെ മാഴ്സിൻ്റെ ക്യാൻസൽ കൺസീലറാണ് കേട്ടോ. ഇത് അടിപൊളി ഷെയ്ഡാണ്, മീഡിയം ടു ഡസ്കി സ്കിൻ ടോണും ചേരുന്ന ഒരു ഷെയ്ഡാണ് ഇതെന്ന് പറയാം കേട്ടോ. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺസീലറിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്യാനിരിക്കുകയാണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു കൺസീലറാണ് കേട്ടോ. ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല, അടിപൊളിയാണ്, അത്രയ്ക്ക് സൂപ്പറാണെന്ന് തന്നെ പറയാം കേട്ടോ. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്യത്തുള്ളൂ, അത്രയ്ക്ക് നല്ല അടിപൊളി കൺസീലറാണിത്. ഞാൻ അത്രയ്ക്കൊക്കെ പറയണമെങ്കിൽ അത്രമാത്രം നല്ല ഒരു അടിപൊളി കൺസീലറാണ് ഇതെന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, പിന്നെ ഈ ഒരു കൺസീലർ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫൗണ്ടേഷനോ കോമ്പാക്റ്റ് പൗഡറോ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇത് നമ്മൾ കൈവിരൽ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, ബ്ലെൻഡറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അടിപൊളി കൺസീലറാണ് കേട്ടോ ഇത്. ആദ്യമായിട്ട് കൺസീലർ യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർക്കിത് കണ്ണും ചിമ്മി മേടിച്ച് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു ഫുൾ കവറേജ് നമുക്ക് ഈ ഒരു കൺസീലർ തരുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു കൺസീലർ. അപ്പോൾ ദേ കണ്ടില്ലേ. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെ ഫൗണ്ടേഷനാണ്. ഞാനിത് ഇവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ, എൻ്റെ നാട്ടിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ടോണിനേക്കാളും 1-2 ഷെയ്ഡ് അധികമുള്ള ഒരു ഷെയ്ഡ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് എൻ്റെ ഒരു ഷെയ്ഡ് അധികമായിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. അതൊരു നല്ല നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഷെയ്ഡ് തന്നെയാണ് നമ്മൾ ഫൗണ്ടേഷൻ വാങ്ങിക്കുന്നതെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്കിൻ ടോണ് ഒരു ഡാർക്കായിട്ട് തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഷെയ്ഡിൻ്റെ 1-2 ഷെയ്ഡ് അധികമുള്ള ഷെയ്ഡ് വാങ്ങിച്ച് യൂസ് ചെയ്യുക കേട്ടോ. ഈ ഒരു കാര്യം മേക്കപ്പൊക്കെ ഇട്ട് പോകുന്ന ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഫേസ് നല്ല ബ്രൈറ്റായി വന്നിട്ടുണ്ട്, അതുപോലെ നല്ലൊരു ഫിനിഷിംഗ് ലുക്കും വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ഞാനിവിടെ ഒരു ഹാക്കാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ഹാക്ക് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കൂ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഹാക്കാണിത്. അങ്ങനെയാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാഴ്സിൻ്റെ ബ്ലഷാണ് കേട്ടോ. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ബ്ലഷാണ്. ഇത് വളരെ കുറച്ച് നമ്മൾ എടുത്താൽ മതി, നല്ലൊരു ബ്ലഷാണിത്. മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു ബ്ലഷാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് വളരെ ഇച്ചിരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളൊരു ബ്ലെൻഡർ യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് കൈവിരൽ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ ഞാനിവിടെ ഐ ഷേഡോ ആയിട്ട് യൂസ് ചെയ്യുന്നതും ഈ ഒരു ബ്ലഷ് തന്നെയാണ്.
അടുത്തതായിട്ട് കണ്ണെഴുതി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഞാനിത് കണ്ണാടി നോക്കി കണ്ണെഴുതി വെച്ചും വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് കണ്ണെഴുതിയെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. കണ്ണെഴുതാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഹിമാലയയുടെ കാജലും അതുപോലെ തന്നെ ഡീസ്ലറിൻ്റെ ഐലൈനറും ആണ് കേട്ടോ. ഈ 2 പ്രോഡക്റ്റ് വെച്ചാണ് ഞാൻ കണ്ണെഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് വന്നിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ടത് കാണാനൊരു ഭംഗി ഉണ്ടാവും. പിന്നെ ഞാൻ എങ്ങനെയാണ് ലിപ്സ്റ്റിക് ഇടാറെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. ലിപ്സ്റ്റിക്ക് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. മൈഗ്ലാമിൻ്റെ ക്രീം മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, കണ്ടു നോക്കുക. ഇനി നമുക്കൊരു പൊട്ട് കൂടെ വെക്കാനുണ്ട്. അപ്പം ഞാനിവിടെ ബ്ലാക്ക് പൊട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആരുടെ മേക്കപ്പ് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോണതെന്നുള്ളത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതേ രേണു സുധിയുടെ മേക്കപ്പ് ലുക്കാണ് കേട്ടോ. ഇനി എനിക്ക് ഹെയർ ഒന്ന് കെട്ടാനുണ്ട്. ഹെയർ അഴിച്ചിടാണ് ചെയ്യുന്നത്. കമ്മലിടാനുണ്ട്, വളയിടാനുണ്ട്, ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ദേ ഡ്രസ്സ് ഇതാണ് കേട്ടോ. ഇത് ധാവണിയായിട്ടും നമുക്ക് പാവാടയും ബ്ലൗസായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് അടിച്ചേക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. ഇനി എനിക്ക് വളയൊക്കെ ഇടാനുണ്ട്. അപ്പം ഞാനിതാ വൈറ്റ് വളയാണ് ഇട്ടേക്കുന്നത്. കുപ്പി വളയാണ് കേട്ടോ. ഒത്തിരി ഒന്നും ഇട്ടിട്ടില്ല, വളരെ കുറച്ചേ ഞാൻ വള ഇട്ടേക്കുന്നുള്ളൂ. അതേപോലെ തന്നെ കമ്മലും മാച്ച് കമ്മലാണ്. ഓക്കെ, മുടി ഞാൻ ഇതേപോലെ തന്നെ അഴിച്ചിടുകയാണ് ചെയ്യുന്നത്, കെട്ടുന്നൊന്നുമില്ല. രേണുസുധിയുടെ ആൽബത്തിൽ രേണുസുധി ഇതേപോലത്തെ ഒരു ഡ്രസ്സിലാണ് വന്നേക്കുന്നത് കേട്ടോ. അതേപോലത്തെ ഒരു ഡ്രസ്സ് തന്നെയാണ് ഇതും. അപ്പം മൊത്തത്തിലുള്ള ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഷോളുണ്ട് ഇതിന്. ഓക്കെ, അപ്പം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് മറക്കാതെ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കമ്മലിട്ടു, പൊട്ട് തൊട്ടിട്ടുണ്ട്, വളയിട്ടു, മാല ഞാൻ ഇട്ടില്ല കേട്ടോ, ഇത് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് എല്ലാവരും കണ്ടു നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.